ഓക്കെ പറയുകയാണേ ഡിറ്റർമിനൻസ് ഓഫ് ഫെയിംസ് സപ്ലൈ കർവ്. ഫെയിമിൻ്റെ സപ്ലൈ കർവ് ഡിറ്റർമൈൻ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ പറയുന്നത്. സപ്ലൈ കർവ് ഓഫ് എ ഫെയിം ഈസ് എ പാർട്ട് ഓഫ് മാർജിനൽ കോസ്റ്റ് കർവാണ്. അതായത് സപ്ലൈ കർവ് എന്ന് പറഞ്ഞാൽ മാർജിനൽ കോസ്റ്റ് കർവിൻ്റെ ഭാഗമാണ്. Therefore, അതുകൊണ്ട് എനി ഫാക്ടർ ദാറ്റ് അഫക്റ്റ് ദ മാർജിനൽ കോസ്റ്റ് കർവ് വിൽ ഡെഫിനറ്റ്ലി ബി ദ ഡിറ്റർമിനൻസ് ഓഫ് ദ സപ്ലൈ കർവ്. ഇപ്പോൾ സപ്ലൈ കർവ് ഡിറ്റർമൈൻ ചെയ്യുമ്പോൾ മാർജിനൽ കോസ്റ്റ് കർവിനെ എന്ത് ചെയ്ത് അഫക്റ്റ് ചെയ്യും, പൂർണ്ണമായും എന്ത് ചെയ്യും, മാർജിനൽ കോസ്റ്റ് കർവിനെ അഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. പ്രൈസസ് ഓഫ് കമ്മോഡിറ്റി, ടെക്നോളജി ഓഫ് പ്രൊഡക്ഷൻ, ഇൻപുട്ട് കോസ്റ്റ് ആൻഡ് യൂണിറ്റ് ടാക്സ് ആർ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ദാറ്റ് അഫക്റ്റ് സപ്ലൈ കർവ്. അപ്പോൾ വിതരണം ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ പ്രൈസ് ഓഫ് കമ്മോഡിറ്റിയുടെ വില, ടെക്നോളജി ഓഫ് പ്രൊഡക്ഷൻ നമ്മൾ ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ, ഇൻപുട്ട് കോസ്റ്റ് റോ മെറ്റീരിയലിൻ്റെ കോസ്റ്റ്, യൂണിറ്റ് ഓഫ് ടാക്സ് ഫൈനൽ പ്രോഡക്റ്റ് ആകുമ്പോൾ അതിൽ ചുമത്തുന്ന നികുതി, ഇതെല്ലാം ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. സപ്ലൈ കർവിനെ എന്ത് ചെയ്യുന്നു, ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു ഫാക്ടർ തന്നെയാണെന്നാണ് പറയുന്നത്. വി ഷാൾ നൗ ഡിസ്കസ് ഹൗ ദീസ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് സപ്ലൈ കർവ്. അപ്പോൾ ഇതെങ്ങനെയാണ് സപ്ലൈ കർവിനെ സ്വാധീനിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതെന്ന് പറയുന്നത്. ഒന്ന്, പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നതിനകത്ത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിന് പറയുന്നത് എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യുന്നുള്ളതാണ്. The most important factor that determines supply of a commodity is its price ആണ്. നമുക്കറിയാം മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ സപ്ലൈ ഓഫ് കമ്മോഡിറ്റിയുടെ പ്രൈസ് ആണ് നമ്മൾ നോക്കുന്നത്. ദർ ഇസ് എ ഡയറക്റ്റ് ഓർ പോസിറ്റീവ് റിലേഷൻ ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി സപ്ലൈഡ്. അപ്പോൾ ഇവിടെ പോസിറ്റീവോ ഡയറക്റ്റായിട്ട് അല്ലെങ്കിൽ പോസിറ്റീവ് റിലേഷനോ ആയിരിക്കും പ്രൈസും കമ്മോഡിറ്റിയും തമ്മിൽ വരുന്നത് എന്നുള്ളതാണ് പറയുന്നത്. പ്രൈസും ക്വാണ്ടിറ്റിയും തമ്മിൽ. When price of commodity rises, its quantity supplied also rises and vice versa. അതായത് സപ്ലൈ കർവിനകത്ത് പ്രൈസ് ഓഫ് കമ്മോഡിറ്റി കൂടി, കമ്മോഡിറ്റിയുടെ വില കൂടിയാലും ക്വാണ്ടിറ്റി സപ്ലൈ ചെയ്യുന്നത് കൂടും. ലോ ഓഫ് ഡിമാൻഡ് നേരെ റിവേഴ്സാണ് നമുക്കറിയാം. പക്ഷേ സപ്ലൈ ഓഫ് കർവിനകത്ത് കമ്മോഡിറ്റിയുടെ വില കൂടിയാലും ഡിമാൻഡ് എന്ത് ചെയ്യുന്നുണ്ട്, സപ്ലൈ ചെയ്യുന്നത്, ഡിമാൻഡ് അല്ല സപ്ലൈ ഓഫ് കമ്മോഡിറ്റി എന്ത് ചെയ്യും, കൂടും എന്നുള്ളതാണ് പറയുന്നത്. അടുത്ത ടെക്നോളജി ഓഫ് പ്രൊഡക്ഷൻ ആണ്. സപ്പോസ് എ ഫെയിം യൂസസ് ക്യാപിറ്റൽ ആൻഡ് ലേബർ ആസ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ടു പ്രൊഡ്യൂസ് സർട്ടൻ ഗുഡ്സ്. നമുക്കറിയാം ചില ഫെയിമുകൾ ക്യാപിറ്റൽ ആൻഡ് ലേബർ ഫാക്ടേഴ്സ് ആയിരിക്കും. കാരണം ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ കൂടുതൽ മെഷീനറി ഡിപ്പെൻഡ് ചെയ്ത് പോകും, ലേബർ ആകുമ്പോൾ കൂടുതൽ തൊഴിലാളി ഡിപ്പെൻഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ചില സ്ഥാപനങ്ങൾ പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നതിന് ക്യാപിറ്റൽ യൂസേജ് കൂടാം അല്ലെങ്കിൽ ലേബർ യൂസേജ് കൂടാം എന്നുള്ളതാണ് പറയുന്നത്. ടു പ്രൊഡ്യൂസ് എ സർട്ടൻ ഗുഡ്സ് വിത്ത് ഇംപ്രൂവ്ഡ് ടെക്നോളജി ഓർ ഇന്നോവേഷൻ എ ഫെയിം ക്യാൻ പ്രൊഡ്യൂസ് മോർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് വിത്ത് ദ സെയിം ലെവൽ ഓഫ് ഇൻപുട്ട് ഓർ സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ട് വിത്ത് ദ ലെസ് എമൗണ്ട് ഓഫ് ഇൻപുട്ടാണ്. അതായത് നമ്മൾക്ക് ഇംപ്രൂവ്ഡ് ടെക്നോളജിയാണ്, ഇന്നോവേഷൻ ടെക്നോളജി, ആധുനിക സാങ്കേതിക വിദ്യയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു ഫെയിമിന് ക്യാൻ പ്രൊഡ്യൂസ് മോർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്. സാങ്കേതിക വിദ്യ നമുക്ക് ആധുനിക രീതിയിലുള്ള പ്രൊഡക്ഷൻ രീതികളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കൂടുതൽ ഔട്ട്പുട്ട് ചിലപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. ഓഫ് ഔട്ട്പുട്ട് വിത്ത് ദ സെയിം ലെവൽ ഓഫ് ഇൻപുട്ട്. ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഇൻപുട്ട് വെച്ചുകൊണ്ട് കൂടുതൽ ചിലപ്പോൾ ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. ഏതാ നമ്മുടെ മോഡേൺ ആയിട്ടുള്ള ടെക്നോളജി യൂസ് ചെയ്തെങ്കിൽ. ഓർ സെയിം ലെവൽ ഔട്ട്പുട്ട്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഇൻപുട്ട് കൊടുത്തുകൊണ്ട് അതേ ലെവൽ ഓഫ് ഔട്ട്പുട്ട് തന്നെ കിട്ടാം വിത്ത് ലെസ് എമൗണ്ട് ഓഫ് ഇൻപുട്ട്. അല്ലെങ്കിൽ ഔട്ട്പുട്ട് കിട്ടുന്നതിനേക്കാളും കുറച്ച് എമൗണ്ട് ഇൻപുട്ട് കൊടുത്താലും എന്ത് ചെയ്യും, സാങ്കേതിക വിദ്യ കൂടുന്നതിനനുസരിച്ച് കൂടുതൽ പ്രൊഡക്ഷൻ നടക്കാമെന്നുള്ളതാണ്. When improved technology is used, marginal cost decreases and supply curve shift to right or downward ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇംപ്രൂവ്ഡ് ടെക്നോളജി ഉപയോഗിക്കുന്നതിനനുസരിച്ച് മാർജിനൽ കോസ്റ്റ് കുറയും. മാർജിനൽ കോസ്റ്റ് കുറയുകയും സപ്ലൈ കർവ് ഷിഫ്റ്റ് ടു റൈറ്റ് ഓർ ഡൗൺവേർഡ്, സപ്ലൈ കർവ് റൈറ്റിലേക്ക് മൂവ് ചെയ്യുക അല്ലെങ്കിൽ ഡൗൺവേർഡിലേക്ക് മൂവ് ചെയ്യാനോ സാധ്യതയുണ്ടെന്നുള്ളതാണ് പറയുന്നത്. ഓൺ ദ അതർ ഹാൻഡ് വെൻ ഔട്ട്ഡേറ്റഡ് ടെക്നോളജി, അതായത് ലോകത്തെങ്ങും ഉപയോഗിക്കാത്ത ടെക്നോളജി, അതാണ് ഔട്ട്ഡേറ്റഡ് ടെക്നോളജി എന്ന് പറയുന്നത്. ഔട്ട്ഡേറ്റഡ് ടെക്നോളജി നമ്മൾ യൂസ് ചെയ്യുന്നെങ്കിൽ മാർജിനൽ കോസ്റ്റ് ഇൻക്രീസസ്, മാർജിനൽ കോസ്റ്റ് വർദ്ധിക്കും. ആൻഡ് ദ സപ്ലൈ കർവ് ഷിഫ്റ്റ് ടു ലെഫ്റ്റ്. അങ്ങനെ വരുമ്പോൾ ഔട്ട്ഡേറ്റഡ് ടെക്നോളജി ഉപയോഗിക്കുമ്പോൾ മാർജിനൽ കോസ്റ്റ് കൂടും. അപ്പോൾ മാർജിനൽ കോസ്റ്റ് ഷിഫ്റ്റ് ചെയ്യും, എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന, ലെഫ്റ്റിലേക്ക് അല്ലെങ്കിൽ അപ്വേഡിലേക്ക് മൂവ് ചെയ്യും. അറ്റ് എനി ഗിവൺ മാർക്കറ്റ് പ്രൈസ് ദ ഫെയിം ക്യാൻ സപ്ലൈ മോർ യൂണിറ്റ്സ് ഓഫ് ഔട്ട്പുട്ട്. അപ്പോൾ ഇവിടെ ഏത് മാർക്കറ്റ് പ്രൈസിലായാലും എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ നമ്മൾ ഇംപ്രൂവ്ഡ് ടെക്നോളജി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ സപ്ലൈ മോർ യൂണിറ്റ്സ് ഓഫ് ഔട്ട്പുട്ട്, കൂടുതൽ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സപ്ലൈ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് പറയുന്നത്. അടുത്തത് ഇൻപുട്ട് പ്രൈസസ് ആണ്. ഇൻപുട്ടിൻ്റെ വില ഒരു ഇതായിട്ടാണ് ഇവർ പറയുന്നത്. സപ്ലൈ ഓഫ് എ ഫെയിം ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ പ്രൈസ് ഓഫ് ഇൻപുട്ട്സ് ആണ്. നമ്മൾ സപ്ലൈ ചെയ്യുന്ന ഇൻപുട്ട്സ് ഉണ്ടല്ലോ. അപ്പോൾ സപ്ലൈ ഓഫ് ഫെയിം എന്ന് പറയുന്നത്, ഒരു ഫെയിമിൻ്റെ സപ്ലൈ എന്ന് പറയുന്നത് ഏതിനെ സ്വാധീനിക്കുന്നുണ്ട്, ഇൻപുട്ടുകളുടെ വില. അതായത് നമ്മുടെ റോ മെറ്റീരിയലിൻ്റെ വില കൂടുന്നതിനനുസരിച്ച് സപ്ലൈ ചെയ്യുന്നതിനെ എന്ത് സ്വാധീനിക്കും എന്നുള്ളതാണ്. ഇഫ് ഇൻപുട്ട് പ്രൈസസ് ഗോ ഡൗൺ, ഇപ്പോൾ ഇൻപുട്ടിൻ്റെ വില കുറയുകയാണെങ്കിൽ മാർജിനൽ കോസ്റ്റ് വിൽ ഡിക്രീസ്, മാർജിനൽ കോസ്റ്റും കുറയും. ആസ് എ റിസൾട്ട് സപ്ലൈ കർവ് വിൽ ഷിഫ്റ്റ് ടു ദ റൈറ്റ്. അങ്ങനെ വരുമ്പോൾ സപ്ലൈ കർവ് എന്ത് ചെയ്യും, റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. സിമിലർലി ഇൻപുട്ട് പ്രൈസസ് ഗോ അപ്പ്, അതായത് അസംസ്കൃത വസ്തുവിൻ്റെ വിലകൾ കൂടിക്കഴിഞ്ഞാൽ മാർജിനൽ കോസ്റ്റ് വിൽ ഇൻക്രീസ്, മാർജിനൽ കോസ്റ്റ് കൂടും. അതിൻ്റെ സപ്ലൈ കർവ് വിൽ ഷിഫ്റ്റ് ടു ലെഫ്റ്റ് ആയിരിക്കും. അപ്പോൾ മാർജിനൽ കോസ്റ്റ് കൂടുമ്പോൾ സപ്ലൈ കർവ് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യും. അറ്റ് എനി ഗിവൺ മാർക്കറ്റ് പ്രൈസ് ദ ഫെയിം ക്യാൻ സപ്ലൈ ലോവർ യൂണിറ്റ്സ് ഓഫ് ഔട്ട്പുട്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ അറ്റ് എനി ഗിവൺ പ്രൈസ്, ഏത് ഗിവൺ പ്രൈസസിലായാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫെയിം ക്യാൻ സപ്ലൈ ലോവർ യൂണിറ്റ്സ് ഔട്ട്പുട്ടേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ,
സപ്ലൈ ചെയ്യാൻ കഴിയുള്ളൂ. യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് വിതരണം ചെയ്യുന്നത് കുറയും എന്നുള്ളതാണ് പറയുന്നത്. അടുത്ത യൂണിറ്റ് ടാക്സ് ആണ്. എ യൂണിറ്റ് ടാക്സ് ഈസ് എ ടാക്സ് ദാറ്റ് ദ ഗവൺമെൻറ് ഇമ്പോസസ് പെർ യൂണിറ്റ് ഓഫ് സെയിൽ ഓഫ് ഔട്ട്പുട്ട് ആണ്. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത ഗുഡ്സിന് ഓരോ ഗുഡ്സിനും ചുമത്തുന്ന നികുതിയാണല്ലോ യൂണിറ്റ് ടാക്സ് എന്ന് പറയുന്നത്. ഓരോ ഗുഡ്സിനും നമ്മൾ എത്ര ശതമാനം, 5%, 12% ആ ടാക്സുകൾ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. വെൻ യൂണിറ്റ് ടാക്സ് ഇൻക്രീസ് ആണ്, ഗവൺമെൻറ് യൂണിറ്റ് ടാക്സ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് കോസ്റ്റ് ഇൻക്രീസസ്, മാർക്കറ്റ് കോസ്റ്റും കൂടും. ആൻഡ് സപ്ലൈ കർവ് ഷിഫ്റ്റ് ടു ലെഫ്റ്റ്, സപ്ലൈ കർവ് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യും. സിമിലർലി വെൻ യൂണിറ്റ് ടാക്സ് ഈസ് റെഡ്യൂസ്ഡ്, ടാക്സ് കുറച്ചാൽ സപ്ലൈ കർവ് ഷിഫ്റ്റ് ടു ദ റൈറ്റ്, റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ദിസ് ക്യാൻ ബി ബെറ്റർ എക്സ്പ്ലെയിൻഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡയഗ്രാം. 4.9 ഡയഗ്രാം കണ്ടോ? പ്രൈസ്, ലോങ് റൺ മാർജിനൽ കോസ്റ്റ് വന്നിട്ടുണ്ട്, ലോങ് റൺ ആവറേജ് കോസ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ P0 T, P0യിൽ രണ്ട് വന്നിട്ടുണ്ട്. ലോങ് റൺ മാർജിനൽ കോസ്റ്റ് ഉണ്ട്, ലോങ് റൺ ആവറേജ് കോസ്റ്റ് വന്നിട്ടുണ്ട്. സപ്ലൈ എന്ന് പറയുന്നത് നമുക്ക് എക്സ് ആക്സിസിലും പ്രൈസ് എന്ന് പറയുന്നത് വൈ ആക്സിസിലും തന്നിരിക്കുകയാണ്. പിന്നെ ഡയഗ്രാം 4.9 അറ്റ് P0 പ്രൈസ് ഓഫ് സപ്ലൈ ഈസ് Q0 ആയിരിക്കും കേട്ടോ. P0 വരുമ്പോൾ Q0 ആയിരിക്കും വരുന്നേക്കുന്നത് അല്ലേ, ക്വാണ്ടിറ്റി 0 ആണെന്നുള്ളതാണ്. ഗവൺമെൻറ് ഇൻക്രീസസ് ടാക്സസ് ബൈ ₹1 എന്നുള്ളതാണ് T പെർ യൂണിറ്റ്. അത് T എന്ന് പറയുന്നത് എത്രയാണെന്ന് വെച്ചാൽ എന്നുള്ളതാണ്. അപ്പം ഗവൺമെൻറ് ടാക്സ് വർദ്ധിപ്പിക്കുകയാണ്. അപ്പോൾ അത് P0 പ്ലസ് T എന്ന് കൊടുത്തേക്കുന്നത്. അടുത്ത ഗ്രാഫിൽ പോയേക്കുന്നുണ്ട് P0 പ്ലസ് T എന്ന് പറയുന്നത് ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുന്നു. സോ ലോങ് റൺ ആവറേജ് കോസ്റ്റ് ആൻഡ് ലോങ് റൺ മാർജിനൽ കോസ്റ്റ് ഇൻക്രീസസ് ബൈ T ആണ് കേട്ടോ. അപ്പോൾ ലോങ് റൺ മാർജിനൽ കോസ്റ്റും ലോങ് റൺ ആവറേജ് കോസ്റ്റും അവിടെ P0 പ്ലസ് 2 ആയിട്ട് ഇൻക്രീസ് ചെയ്തേക്കുന്നുണ്ടോ? ഹെൻസ് ലോങ് റൺ ആവറേജ് കോസ്റ്റ് ആൻഡ് ലോങ് റൺ മാർജിനൽ കോസ്റ്റ് കർവ് മൂവ് അപ്വേഡ്, മൂവ് ചെയ്തിരിക്കുകയുണ്ടോ. യൂണിറ്റ് ടാക്സ് കൂടിയപ്പോഴത്തേക്ക് ഇതെന്ത് ചെയ്തു, ഈ ലോങ് റണ്ണും LRACയും LRMCയും എന്ത് ചെയ്തു, അപ്വേഡിലേക്കാണ് മൂവ് ചെയ്യുന്നത്. ആൻഡ് ബിക്കം LRAC ആൻഡ് LRMC 1. So the new price is the old price P0 and tax T, that is P0 T ആയിരിക്കും. അതിലേക്ക് വർദ്ധിപ്പിച്ചപ്പോഴത്തേക്ക് അത് അപ്വേഡ് മൂവ് ചെയ്യുന്നത് അറിയാൻ വേണ്ടിയാണ് ഗ്രാഫ് നമുക്ക് തന്നേക്കുന്നത്. ലോങ് റൺ സപ്ലൈ കർവ് അടുത്തതല്ലേ. ലോങ് റൺ സപ്ലൈ കർവ് സ്റ്റാർട്ട് ഫ്രം ദ മിനിമം ഓഫ് ലോങ് റൺ ആവറേജ് കോസ്റ്റ് കർവ് ആൻഡ് ഗോസ് അപ്വേഡ്. ഉണ്ടോ, ലോങ് റൺ സപ്ലൈ കർവ് സ്റ്റാർട്ട് ഫ്രം മിനിമം ലോങ് റൺ ആവറേജ് കോസ്റ്റ് നിന്നാണ് ആരംഭിക്കുന്നത്. ആൻഡ് ഗോസ് അപ്വേഡ്, എന്നിട്ട് എന്ത് ചെയ്യാണ്, വർദ്ധിക്കുകയാണ്, മുകളിലേക്ക് എത്തുകയാണ്. പിന്നെ ഡയഗ്രാം 4.10 കണ്ടോ, S0 ആൻഡ് S1 റെസ്പെക്റ്റീവ്ലി ആർ ദ സപ്ലൈ കർവ്. ഇവിടെ പറയുന്നത്, അടുത്ത ഡയഗ്രത്തിൽ പറയുന്നത് S0യും S1ഉം ആണ് ഇവിടെ സപ്ലൈ കർവായിട്ട് പറയുന്നത്. ബിഫോർ യൂണിറ്റ് ടാക്സ്, യൂണിറ്റ് ടാക്സിന് മുൻപേ ഉള്ള കാര്യം പറയുന്നത്. ആൻഡ് ആഫ്റ്റർ യൂണിറ്റ് ടാക്സ്, ഇപ്പോൾ ബിഫോർ യൂണിറ്റ് ടാക്സ് ആൻഡ് ആഫ്റ്റർ യൂണിറ്റ് ടാക്സ് ആണ് S0 S1. ദാറ്റ് മീൻസ് സപ്ലൈ കർവ് S0 ബിക്കം S1 ആവുന്നു ആഫ്റ്റർ ടാക്സ് ആൻഡ് ഷിഫ്റ്റ് ടുവേഴ്സ് ദ ലെഫ്റ്റ് ആണ് കേട്ടോ. S0 S1 ആയി, P0 T ആയപ്പോഴത്തേക്ക് അത് S1 ആയിട്ടാണ് അപ്വേഡിലേക്കാണ് മൂവ് ചെയ്യുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ക്ലിയർ ആയ കാര്യം. അടുത്തത് സപ്ലൈ ഫങ്ഷൻസ് ആണേ. ഓക്കെ, അത്രയും വായിച്ചോളൂ.